നമസ്കാരം. പൃഥ്വി ജ്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാവിലെ ഉള്ളത് കൽപ്പാത്തിയിലാണ്. കൽപ്പാത്തിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 120 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലുണ്ട് ഇവിടെ. ഒരു ചെറിയൊരു കഫേയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബാക്കി വീഡിയോയ്ക്ക് ശേഷം. അങ്ങനെ നമ്മൾ നേരെ ലക്ഷ്മി കോഫി ടീ സ്റ്റാളിൽ എത്തിയിട്ടുണ്ട്. ചാത്തപ്പുരത്ത് നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ കൽപ്പാത്തി അഗ്രഹാരത്തിൽ വരുന്ന വഴി ലെഫ്റ്റ് സൈഡായിട്ടാണ് ഈ ഒരു ടീ സ്റ്റാൾ ഉള്ളത്. ഏകദേശം ഒരു 120 വർഷം പഴക്കമുണ്ട് ഈ ഒരു കടയ്ക്ക്. ഇവിടുത്തെ ഒരു ഫേമസ് ആയ ഒരു ഐറ്റം എന്ന് പറയുന്നത് സേവ തന്നെയാണ്. അപ്പോൾ അത് അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം 9 കാലമായിട്ടുണ്ട്. ഈ വഴിയാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കുള്ളത് ഇഡ്ഡലിയും പൂരിയും മാത്രം ഉള്ളൂ എന്നാണ് പുറത്തുനിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ വഴിയില്ല, നമുക്ക് ഇന്ന് ഇഡ്ഡലിയും പൂരിയും കഴിച്ചിട്ട് പോവാം. അപ്പോൾ സേവ എപ്പോഴാണ് സ്വാമി എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞത് ഒരു 6:30 മുതൽ 7:30 വരെയുള്ള സമയത്താണ് കേട്ടോ സേവ കിട്ടുക. ആ സമയത്ത് നിങ്ങൾ വന്നാൽ ഞാൻ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്വാമി നല്ല നിറപുഞ്ചിരിയോടെയാണ് നമ്മളെ സ്വീകരിച്ചത്. അദ്ദേഹം നല്ല രീതിയിലായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. സംഭാഷണ ശൈലിയൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അദ്ദേഹം ഇടപെടുന്നത്. പിന്നെ ഞങ്ങൾക്കിത് അദ്ദേഹം 2 ഗ്ലാസ് പായസം കൂടെ തന്നു. രാവിലെ തന്നെ നല്ല മധുരമുള്ള പായസം ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഈ ഇഡ്ഡലിയും പൂരിയും കഴിക്കാനുള്ള പരിപാടിയാണ് ഇതിനടുത്തത്. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ്, അതേപോലെ തന്നെ ചട്നിയും അടിപൊളിയാണ്. പിന്നെ സ്വാമി തന്നത് നമുക്ക് പൊടിയാണ് കേട്ടോ. അത് നല്ല എണ്ണയിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പം ഞാനെന്തായാലും കഴിക്കാൻ തുടങ്ങുകയാണ്. പൂരിയുള്ളൂ അല്ലേ? സേവ നോക്കിയിട്ടാണ് വന്നത്. സേവ രാവിലെ ഇല്ല. രാവിലെ നേരത്തെ വന്നാലും ഇവിടെ സേവ കിട്ടുള്ളൂ. ഭയങ്കര ഫേമസ് ആണ്. ചെറിയൊരു കടയാണ് കേട്ടോ ഈ ലക്ഷ്മി ടീ സ്റ്റാൾ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 120 വർഷം ഇവിടെ പഴക്കമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് കിട്ടിയതിപ്പോൾ പൂരിയും ഇഡ്ഡലിയും. അത് കഴിക്കാം. അടുത്തത് ഞാൻ 2 ഇഡ്ഡലിയും കൂടെ ഓർഡർ ചെയ്തിട്ടോ. ഇഡ്ഡലിയും ആ ഒരു പൊടിയും, സ്വാമി തന്നിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് ഭയങ്കര കോമ്പിനേഷൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ അവിടെയുള്ളൊരു മെയിനായിട്ട് അവരുടെ ചട്നി ഒരു രക്ഷയില്ല, കിടിലനായിട്ടുണ്ട്. പിന്നെ സാമ്പാർ അവരുടെ ശൈലിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 ഇഡ്ഡലിയും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ ഇഡ്ഡലിയും ചട്നിയും പൊടിയും മിക്സ് ചെയ്ത് കൂടിയിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും ഹെവി കോമ്പിനേഷൻ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ സാമ്പാർ യൂസ് ചെയ്തിട്ടില്ല, ചട്നിയും പൊടിയാണ് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു കോംബോ നോക്കുക. പിന്നെ ഇവിടുത്തെ ഒരു ചായയും കോഫിയും ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഞങ്ങൾ കോഫിയാണ് ഓർഡർ ചെയ്തത്. ഇതുപോലെ നമുക്ക് ഒരു ഗ്ലാസ്സിലും ഒരു ചെറിയൊരു ഡവറയിലാണ് തരുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്, എന്നാലും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്വാമി എല്ലാവരോടും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ നമ്മളെ കൂളാക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഭക്ഷണം തരുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് ചാത്തപ്പുരത്ത് നേരെ കൽപ്പാത്തിയിലേക്ക് വരുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ലക്ഷ്മി ടീ സ്റ്റാൾ ആണ്. ഏകദേശം ഒരു 120 വർഷം പഴക്കമുണ്ട് ഇവിടുത്തെ ഒരു കട. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല വളരെ നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള പെരുമാറ്റവും നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, നല്ല കൈപ്പുണ്യമാണ്. ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റം സേവയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് എന്തായാലും സേവ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഈ വഴി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാമിയുടെ ലക്ഷ്മി ടീ സ്റ്റാളിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ച് പോവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.